എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എൻ്റെ ലൈഫ് മീൻസ് എനിക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റും ആയിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. അതായത് എനിക്ക് ഭയങ്കര ക്ഷീണവും മറ്റേ കൈകാല് കുഴച്ചിൽ കാര്യങ്ങൾ, ഇതിനോടൊരു താല്പര്യമില്ല, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോഴാണ്ടേതാ നമ്മുടെ വൈറ്റമിൻ B12 എന്ന് പറഞ്ഞ ഒരു സംഭവം വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ലോയിനും കാറ്റും ഭയങ്കര ലോ ആയിട്ടായിട്ടോ കണ്ടത്. അതുപോലെ തന്നെ വൈറ്റമിൻ D എന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കര കുറവായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരു ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ടേഷൻ എടുത്തു. ഡോക്ടർ കുറേ ഇതെല്ലാം അഡ്വൈസ് ചെയ്തു, ഫുഡും കാര്യങ്ങളും സപ്ലിമെൻ്ററി മെഡിസിനും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അതിൽ കുറേ കാര്യങ്ങൾ ഡോക്ടർ എന്നോട് ചോദിച്ചപ്പോൾ എനിക്കത് അതായത് ചോദിച്ച സിംറ്റംസ് മൊത്തം എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന സിംറ്റംസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് ഇതൊക്കെ എന്തുകൊണ്ട് ഞാനത് ടേക്ക് കെയർ ചെയ്തില്ല, കെയർലെസ് ആയിട്ട് വിട്ടു. അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര കുറ്റബോധമായി. എനിവേ ഇപ്പം ഞാൻ അതിനുള്ളൊരു സൊല്യൂഷനും അതിനുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. എന്താ വെച്ചാൽ ഡെയിലി ലൈഫിൽ നമ്മളെപ്പോഴും നമ്മളെല്ലാം അതായത് ഇങ്ങനെ ഓടുകയല്ലേ, അതായത് നമ്മളെന്ന് പറഞ്ഞ സാധാരണക്കാരുടെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളെ ഹെൽത്തിനൊക്കെ ഒരു ഇമ്പോർട്ടൻസോ കാര്യങ്ങളൊന്നും നോക്കില്ല എന്ന്. അപ്പോൾ നമുക്ക് ഒരു മാസം കൊണ്ട് എങ്ങനെ, അതായത് നിങ്ങൾക്ക് ഇത്രയും സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഒരു മാസം കൊണ്ട് അതിൽ നിന്നൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം, അതിൽ നിന്ന് എങ്ങനെ ഒരു സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതാക്കി. അതായത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, അതായത് ഇപ്പോൾ എല്ലാവരും ഹെൽത്ത് കെയർ ഫീൽഡിലുള്ളവരല്ല. അപ്പോൾ ഞാൻ അങ്ങനെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് പറയുന്നില്ല. എനിക്കുണ്ടായ എക്സ്പീരിയൻസും എൻ്റെ ഒരു അനുഭവം കൊണ്ടും പിന്നെ ഒരു അറിവും കൊണ്ടും ഒരറിവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നു, അത്ര തന്നെ കേട്ടോ. അതായത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സിംറ്റംസ് കാണുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു 6 സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. അത് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യണം എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ഉറപ്പായും പോയി വൈറ്റമിൻ B12 ടെസ്റ്റ് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, എല്ലാം വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആവണമെന്നില്ല കേട്ടോ. ചില ഹെൽത്ത് കണ്ടീഷൻസോ അസുഖങ്ങളോ കാര്യങ്ങളോൻ്റെ സിംറ്റംസും സെയിം ആയി വരും. അപ്പോൾ അതിന് നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എന്തായാലും എടുക്കണം. പക്ഷേ ഇത് വൈറ്റമിൻ B12 എന്ന് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കരുത്. വേറെ അസുഖം കാരണങ്ങൾ കൊണ്ടും സെയിം സിംറ്റംസ് വരാം. പക്ഷേ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അതായത് നമുക്ക് മൂഡ് ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ ഡിപ്രഷൻ, ആൻസൈറ്റി, അല്ല നമ്മൾ ഭയങ്കരമായിട്ട് റെസ്റ്റ് എടുത്തിട്ടുണ്ടാവും, പക്ഷെ എന്നാലും നമുക്ക് എന്ത് ചെയ്യും, ടയർഡ്നെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് തലവേദന, പിന്നെ നമുക്ക് ഒന്നിനോടൊരു ഉഷാറ് കുറവ്, പിന്നെ ഓർമ്മശക്തി കുറവ്. അതായത് ഇപ്പോൾ ഒരു സാധനം ഞാൻ ഇവിടുന്ന് എടുത്ത് ആ സമയത്ത് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ആലോചിച്ചിട്ടായിരിക്കും എടുത്തത്, പക്ഷെ അത് എടുത്തതിന് ശേഷം പിന്നെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ഇത് എന്തിനാണ് ഞാൻ എടുത്തതെന്നുള്ളത്. അതായത് അത്ര നമുക്കൊരു ഫോക്കസ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്കുണ്ടായ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായിലൊക്കെ അൾസർ വരിക. വായിലാണെങ്കിലും നാക്കിലാണെങ്കിലും ചുണ്ടിൻ്റെ ഈ ആ ഭാഗത്തൊക്കെ അൾസർ ഒക്കെ വന്നിട്ട് ഭയങ്കര വേദനയാണ് കേട്ടോ. സഹനീയമായ വേദനയാണ് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിങ്ങനെ അതായത് ഇങ്ങനെ സ്കിന്നൊക്കെ വിളർച്ച പോലെ നമുക്ക് തോന്നുന്നത്. പിന്നെ നംനെസ്, തരിപ്പ് കാര്യങ്ങൾ ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ സൂചി കുത്തുന്ന പോലെ വേദനകൾ ശരീരത്തിലെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അനുഭവപ്പെടുക. അപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു റീസൺ എന്ന് പറയുന്നത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണം കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ 6 മാസം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. എല്ലാം നമ്മുടെ വാല്യൂസ് എല്ലാം കറക്റ്റ് ആണോ നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ അതായത് കൺസൾട്ടൻറ്റിനെ കാണിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ കുറേ പൈസ ഉണ്ടാക്കുക, കുറേ അങ്ങോട്ട് ജോലി ചെയ്യുന്നു, കുറേ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, അതിലൊന്നും കാര്യമില്ല. ആദ്യം നമുക്ക് വേണ്ടത് എന്താ, ഹെൽത്താണ് വേണ്ടത്. ഹെൽത്ത് നന്നായിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഹെൽത്തിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ സിംറ്റംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആർക്കെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്
അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. നമുക്കിപ്പോൾ ഇതില്ലാണ്ട് തന്നെ നമുക്കിപ്പോൾ അല്ലാണ്ട് ഹോമിൽ ഇത് നമുക്കിപ്പോൾ സപ്ലിമെൻ്റ് വൈറ്റമിൻ B12 സപ്ലിമെൻ്ററി എടുക്കാം. അല്ലാതെ തന്നെ ഫുഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൽമൺ ഫിഷ് അത് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നല്ല വിലയുള്ള ഫിഷാണ്, പക്ഷെ എന്നാലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ കഴിക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ എഗ്ഗ്, പിന്നെ മിൽക്ക്, അതുപോലെ തന്നെ മറ്റേ ബീഫിൻ്റെ ലിവർ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനകത്ത് നന്നായിട്ട് വൈറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ എന്ത് ചെയ്യുക, ഡെയിലി ഫുഡിൽ നമ്മൾ വീക്കിലി വൺസ് എങ്കിലും ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ അളവ് മെയിൻറ്റെയിൻ ആക്കുക. നല്ല ലോ, അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നല്ല ലോ ആണെങ്കിൽ എന്തായാലും ഇഞ്ചക്ഷൻസ്, അങ്ങനെ IM ഇഞ്ചക്ഷൻസ് ഒക്കെ അവൈലബിൾ ആട്ടോ, അത് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതുപോലെ സപ്ലിമെൻ്ററി ആയിട്ടുള്ള ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ ഒരു ലൈഫിൽ നിന്നിട്ട് ഞാൻ എന്തുകൊണ്ട് മുന്നേ നോക്കിയില്ല ഇത്രയും. എനിക്ക് ഡോക്ടർ ഓരോ സിംറ്റംസ് പറയുമ്പോൾ എനിക്കതെല്ലാം ഉണ്ടായിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തില്ല, കുറേ ഞാൻ വേദന സഹിച്ചു, കുറേ ഒരു ഇതായി. ഇപ്പം ഞാനത് കറക്റ്റായിട്ട് എടുത്തു വന്നതുകൊണ്ട് എനിക്കത് എൻ്റെ ഹെൽത്തിൽ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സിംറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രോപ്പറായിട്ട് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇൻഫർമേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.